നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. അയ്യപ്പൻ്റെ സ്വർണം കട്ടത് കഴിഞ്ഞ 2 പിണറായി സർക്കാരുകൾ അറിഞ്ഞിരുന്നോ എന്ന് നിയമസഭയിൽ ഒരു ചോദ്യം വന്നാൽ അതിന് മറുപടി നൽകാൻ 1ാം പിണറായി സർക്കാരിലെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഇല്ല സഭയിൽ. 2ാം പിണറായി സർക്കാരിലെ ആദ്യ ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണനോട് ചോദിക്കാമെന്ന് വെച്ചാൽ 2024 അദ്ദേഹം MP ആയി പാർലമെൻറ്റിലേക്ക് പോയി, സഭയിലില്ല. എന്നാൽ പിന്നെ അടുത്ത ദിവസം VN വാസവനോട്, അടുത്ത മന്ത്രിയായ വാസവനോട് ചോദിക്കാമെന്ന് വച്ചാൽ അതും സഭയിലില്ല, തോറ്റുപോയി. അപ്പോൾ പിന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഓർത്തിരിക്കണം, താൻ മാത്രമേ ഈ സഭയിലുള്ളൂ, താൻ ഒറ്റയ്ക്ക് സമാധാനം പറയേണ്ടി വരും ഈ ചോദ്യങ്ങൾക്കൊക്കെ എന്ന്. ഇനി കാര്യത്തിലേക്ക് വരാം. ശരണം വിളിച്ച് 18ാം പടി കയറുന്നതിനേക്കാൾ വളരെ പതുക്കെ ദുഷ്കരമായിട്ടാണ് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റി കട്ടെടുത്ത യഥാർത്ഥ പ്രതികളുടെ മുന്നിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം എത്തിക്കൊണ്ടേയിരിക്കുന്നത്. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു, SIT അടുത്തതായി വരിലാക്കുക മുൻ ദേവസ്വം പ്രസിഡന്റിനെയും കൂട്ടരെയുമായിരിക്കുമെന്ന്. ഇതോടെ അയ്യപ്പൻ്റെ സ്വർണം കട്ട കാലയളവ് 2025 വരെ എന്ന പരിധി നിശ്ചയിച്ചിരിക്കുന്ന SIT. ഇനി നിലവിലെ ഭരണസമിതിക്ക് തൊട്ട് മുന്നിലുള്ളവരൊക്കെ എന്ന് മുതലാണ്, ഏതൊക്കെ ഭരണസമിതികളാണ്, ആരൊക്കെയാണ് അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റി വിറ്റതെന്ന് കണ്ടെത്തിയിരിക്കും. എന്തായാലും അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളിയിൽ മായം കണ്ടപ്പോൾ അത് ഹൈക്കോടതിയോടോ സർക്കാരിനോടോ റിപ്പോർട്ട് ചെയ്യുന്നതിന് പകരം ആ തെളിവുകൾ നശിപ്പിച്ച് വീണ്ടും ആ പാളി സ്വർണ്ണത്തെ പൂശാൻ കൂട്ടുനിന്ന കഴിഞ്ഞ ദേവസ്വം പ്രസിഡന്റ് PS പ്രശാന്തും ഇതാ കുടുങ്ങിയിരിക്കുന്നു. കുറെ വെല്ലുവിളിച്ചതാണ് പുറത്തു കിടന്ന് പ്രശാന്തും കൂട്ടരും, തങ്ങളുടെ കൈകൾ ശുദ്ധമാണെന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ടെന്തായി? ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും ദേവസ്വം ഭരണസമിതിയും തന്ത്രിയെയും പ്രതിയാക്കി SIT ഇതാ വീണ്ടും ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരിക്കുന്നു. 2019 സ്വർണം പൊതിഞ്ഞ ദ്വാരപാലക പാളികളിൽ വീണ്ടും സ്വർണം പൂശിയ നടപടി മറച്ചുവെക്കാൻ പ്രതികൾ ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. ദേവസ്വം ചട്ടങ്ങൾ ലംഘിച്ച് ദ്വാരപാലക പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് സ്പോൺസറും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചേർന്ന് നടത്തിയത് വർഷങ്ങൾ നീണ്ട കൃത്യമായ ഒരു പദ്ധതിയാണെന്ന് SIT റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു. 1998 സ്വർണം കൊണ്ട് പൊതിഞ്ഞ ദ്വാരപാലക പാളികൾ 2019 നിറം മങ്ങിയെന്ന കാരണം കണ്ടെത്തി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസറുടെ നേതൃത്വത്തിൽ ചെന്നൈയിൽ വെച്ച് സ്വർണം കൊണ്ടുപോയി പൂശുന്നു. ദേവസ്വം ഉദ്യോഗസ്ഥർ സ്വർണം പൊതിഞ്ഞ ദ്വാരപാലകരെന്നത് വെറും ചെമ്പ് പ്ലേറ്റ് എന്ന് രേഖപ്പെടുത്തി അനുമതി സംഘടിപ്പിച്ചു. തുടക്കത്തിലെ സ്വർണ്ണപ്പാളി ഒഴിവാക്കി നേർത്ത പാളിയിൽ സ്വർണം പൂശി തിരികെ കൊണ്ടുവരുന്നു, ഘടിപ്പിക്കുന്നു. ബാക്കി വന്ന സ്വർണം കവർന്നെടുത്തു. 4 വർഷത്തെ വാറണ്ടി ഉണ്ടെന്ന സർട്ടിഫിക്കറ്റ് വ്യാജമായി ഉണ്ടാക്കി. എന്നാൽ 2023 സ്വർണം പൂശിയത് ഇളക്കാൻ തുടങ്ങി, ചെമ്പ് പുറത്തു വന്നു. ഈ കൊള്ള മറച്ചു വെക്കാൻ 2023 മുതൽ ഭരണസമിതിയുടെ അറിവോടെ ഗൂഢാലോചനയ്ക്ക് തുടക്കമിട്ടു. സ്വർണം അപഹരിച്ചതായി അറിഞ്ഞിട്ടും PS പ്രശാന്ത് അധ്യക്ഷനായ ഭരണസമിതി അത് മറച്ചു വെച്ചു. 2025 ദേവസ്വം മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയെയോ സ്പെഷ്യൽ കമ്മീഷണറോ അറിയാതെ ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് ദ്വാരപാലക പാളികൾ കടത്തി ഇളക്കിക്കൊണ്ടുപോയി. സ്വർണം കവർന്നത് കൊണ്ടാണ് പാളികൾക്ക് മങ്ങലുണ്ടായതെന്ന് വ്യക്തമാണ്. അത് മറച്ചു വയ്ക്കാൻ വീണ്ടും സ്വർണം പൂശാൻ തീരുമാനിക്കുകയായിരുന്നു. ഇത് മുൻ കവർച്ച മറച്ചു വയ്ക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണെന്നും ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടെന്നും കണ്ടെത്തിയാണ് PS പ്രശാന്ത് നൽകിയ ഈ അവസാനത്തെ ഭരണസമിതിയും പ്രതിപ്പട്ടികയിൽ ഉൾപ്പെട്ടത്. ഇവരെ കൂടാതെ ദേവസ്വം ബോർഡിൻ്റെ മുൻ അംഗം സുന്ദരേശൻ, ദേവസ്വം ബോർഡ് സെക്രട്ടറി ബിന്ദു, തന്ത്രി മഹേഷ് മോഹനര്, മുൻ തിരുവാഭരണ കമ്മീഷണർ സുനില, മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർമാരായ OG ബിജു, VS രാജേന്ദ്ര പ്രസാദ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ശ്രീനിവാസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഹേമന്ത്, ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി പാണ്ഡുരംഗയ്യ നാഗഗോവർദ്ധൻ, ഇവരുടെ പങ്കും അന്വേഷണ പരിധിയിലുണ്ടെന്ന് വ്യക്തമായി ഇവരും പ്രതികളാണെന്ന് SIT വീണ്ടും ഹൈക്കോടതി അറിയിച്ചിരിക്കുന്നു. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കിട്ടാൻ ഇനിയും സമയമെടുക്കുമെന്നതിനാൽ കുറ്റപത്രം നൽകാൻ കൂടുതൽ സമയം നൽകണമെന്നൊരു അഭ്യർത്ഥനയും SIT ഹൈക്കോടതി ബെഞ്ച് മുമ്പാകെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അടുത്ത 20-ന് കേസ് പരിഗണിക്കും. അപ്പോൾ ഇനിയും SITക്ക് സമയമുണ്ട്. അടുത്ത റിപ്പോർട്ട് ഹൈക്കോടതി ഈ വിഷയം അടുത്തതായി പരിഗണിക്കുന്നതിന് മുമ്പ് മറ്റ് പ്രതികളെയും പൊക്കിയിരിക്കണം. ആരൊക്കെ പ്രതികളാണ് ദൈവതുല്യന്മാർ? ആരൊക്കെയാണ്? നടൻ ജയറാമിൻ്റെ അടക്കം ചെന്നൈ വീടുകളിൽ ഈ ദ്വാരപാലക ശില്പികൾ അയ്യപ്പൻ്റെ പോലും അനുമതിയില്ലാതെ ക്ഷേത്ര തന്ത്രിയുടെ കണ്ഠരര് മോഹനരുടെ മൗന അനുവാദത്തോടെ, കണ്ഠരര് രാജീവര് നേരത്തെ ജയിലിലായിരുന്നു, ഇതേ കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു, റിമാൻഡിലായിരുന്നു. നേരത്തെ കണ്ഠരര് രാജീവര് ശബരിമല തന്ത്രിയായിരുന്ന
കണ്ഠരര്, രാജീവര് ഈ സ്വർണ്ണപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി, പത്മകുമാർ നൽകിയ മൊഴി, എൻ വാസു നൽകിയ മൊഴി ഇതെല്ലാം കൂട്ടിച്ചേർത്ത് വെച്ചപ്പോൾ SIT അദ്ദേഹത്തെ പ്രതിയാണെന്ന് കണ്ടെത്തി. അങ്ങനെ അദ്ദേഹം റിമാൻഡിലായി. ഈയിടയ്ക്ക് ജാമ്യത്തിൽ ഇറങ്ങിയുള്ളൂ. ഇതാ അടുത്ത തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര്. പഴയ മുൻ തന്ത്രി, ഇപ്പോൾ ശബരിമലയിൽ കയറാൻ വിലക്കുള്ള കണ്ഠരര് മഹേശ്വരരുടെ മകൻ, തന്ത്രി കുടുംബത്തിലെ അടുത്ത തലമുറയിലെ മഹേഷ് മോഹനര്. അദ്ദേഹത്തെയും പ്രതിയാക്കിയതാ ഹൈക്കോടതിയിലേക്ക് SIT റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവർക്കെല്ലാം ഇതിൽ വ്യക്തമായ പങ്കുണ്ടത്രേ. അപ്പോൾ കൂട്ടുനിന്ന താൻ ഒരിക്കലും അയ്യപ്പൻ്റെ സ്വർണം മോഷ്ടിച്ചിട്ടില്ല, എവിടെ വേണമെങ്കിലും സത്യം തെളിയിക്കാൻ തയ്യാറാണെന്നൊക്കെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞ PS പ്രശാന്ത് എന്ന മുൻ ദേവസ്വം പ്രസിഡന്റിന് ഇനി എന്ത് മറുപടിയുണ്ട് പറയാൻ? ഒരു മറുപടിയും കാണില്ല. കാരണം വ്യക്തമായ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ പിന്നെ 2025 സ്വർണ്ണപ്പാളികളിൽ മായം വന്നാൽ ഇവർ ഹൈക്കോടതി അല്ലെങ്കിൽ സർക്കാരിനെ അല്ല അറിയിക്കേണ്ടത്. എന്തിനിവർ വീണ്ടും ഈ സ്പോൺസർ അടക്കമുള്ള സ്വർണ്ണ കൊള്ള മാഫിയയ്ക്ക് കൂട്ടുനിന്നുകൊണ്ട് ഇത് ഈ ദ്വാരപാലക ശില്പങ്ങൾ ഇളക്കിയെടുത്ത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി? എന്തുകൊണ്ട് ചെന്നൈയിൽ ഇതിന് സ്വർണം പൂശി നൽകിയ ആ കമ്പനി കമ്പനിയിൽ നിന്ന് എന്തുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെയോ സംസ്ഥാന സർക്കാരിൻ്റെയോ പേരിൽ സ്വർണത്തിനുള്ള വാറണ്ടി വാങ്ങിയില്ല? ഈ ചോദ്യങ്ങൾക്കെല്ലാം PS പ്രശാന്തും കൂട്ടരും മറ്റംഗങ്ങളും ഉത്തരം പറയേണ്ടി വരും. അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഉത്തരം പറയേണ്ടി വരും, അന്നത്തെ തിരുവാഭരണം കമ്മീഷൻ ഉത്തരം പറയേണ്ടി വരും, അന്നത്തെ ദേവസ്വം സെക്രട്ടറി ഉത്തരം പറയേണ്ടി വരും. ഒരു സംശയമില്ല. കാരണം ശബരിമലയിൽ ഇപ്പോൾ നടന്നിരിക്കുന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് 2025 വരെ അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം വരെ K. ജയകുമാർ ചുമതലയേൽക്കുന്നതിന് മുമ്പുള്ള ഭരണസമിതി വരെ അയ്യപ്പൻ്റെ സ്വർണം കട്ടാണ് ജീവിച്ചതെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. രാജ്യത്തെ മറ്റ് പ്രധാന ക്ഷേത്രങ്ങൾ ഭഗവാന്റെ സ്വർണം, അവിടെ അമ്പലത്തിൽ ലഭിക്കുന്ന സ്വർണം, ആ സ്വർണം വളരെ അമ്പലത്തിൻ്റെ വികസനത്തിനും മറ്റുമായി ഉപയോഗിക്കുമ്പോൾ, അവിടുത്തെ സ്വത്തുക്കൾ വികസനത്തിന് ഉപയോഗിക്കുമ്പോൾ, ഇവിടെ ഇതാ ഭഗവാന്റെ സ്വർണം കട്ട് ആഡംബര ജീവിതം നയിക്കുകയാണ്, ഉല്ലാസയാത്ര നയിക്കുകയാണ്, ഉല്ലാസ ജീവിതം നയിക്കുകയാണ് ഇവരൊക്കെ. എന്ത് നാണക്കേടാണ് ഇത്! സ്പെഷ്യൽ കമ്മീഷണറോ ഹൈക്കോടതിയോ അറിയാതെ ശബരിമലയിൽ നിന്നും ചെന്നൈയിലേക്ക് എങ്ങനെ സ്വർണം കൊണ്ടുപോയി? സമാധാനം പറയേണ്ടി വരും. സ്വർണ്ണപ്പാളി അന്ന് ശബരിമലയിൽ അന്നത്തെ ദ്വാരപാലക ശില്പത്തിലുണ്ടായിരുന്ന കട്ടിയുള്ള സ്വർണ്ണപ്പാളി, വിജയ് മല്യ അന്ന് പൂശിയ കട്ടിയുള്ള സ്വർണ്ണപ്പാളി ഇളക്കി മാറ്റി വിറ്റിട്ട് പകരം ചെറിയ തകിടിൽ സ്വർണം പൂശി വിട്ട് എൽട്രപ്ലേറ്റ് ചെയ്ത് വിട്ട ആ കമ്പനി, അതിൻ്റെ പിന്നിലെ മാസ്റ്റർ ബ്രെയിൻ അതാരാണ്? എന്തായാലും ഇവരടക്കം സമാധാനം പറയേണ്ടി വരും. ഒപ്പം ശബരിമലയിലെ ഏറ്റവും താഴമൺ തന്ത്രി കുടുംബത്തിലെ അടുത്ത തലമുറ ഏറ്റവും ജൂനിയറായ ഇപ്പോൾ കണ്ഠരര് രാജീവർക്ക് പകരം അടുത്ത ടൈമിൽ ശബരിമല തന്ത്രിയായി വരുന്ന, ഓരോ തവണയും മാറി മാറി വരുന്ന മഹേശ്വരരുടെ മോൻ മഹേഷ് മോഹനര്, അദ്ദേഹവും സമാധാനം പറയേണ്ടി വരും. ഇവരെല്ലാം പഴയ തന്ത്രി കണ്ഠരര് മഹേശ്വരരുടെ മക്കളാണ്. രാജീവരര്, കണ്ഠരര്, മോഹനര്. ഈ കണ്ഠരര് മോഹനരുടെ മകനാണ് അടുത്ത തലമുറക്കാരാണ് ഈ മഹേഷ് മോഹനര്. അപ്പോൾ ഓർക്കണം എന്തുമാത്രം ആ പുതിയ തലമുറയിലും ആ താഴമൺ കുടുംബത്തിലെ പുതിയ തലമുറയിലും അയ്യപ്പൻ്റെ സ്വർണ്ണത്തോടുള്ള ആസക്തി ഉണ്ടെന്ന്. അല്ലെങ്കിൽ ശരി, മഹേഷ് മോഹനരൻ തന്ത്രി ആ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളിയായിട്ടില്ല. പക്ഷേ തന്ത്രി അറിയാതെ എങ്ങനെ ദ്വാരപാലക ശില്പം, അയ്യപ്പൻ്റെ ശ്രീകോവിലിന് മുന്നിലെ ആ ദ്വാരപാലക ശില്പം എങ്ങനെ ഇളക്കിക്കൊണ്ടുപോയി? അതിന് മഹേഷ് മോഹനര് സമാധാനം പറയേണ്ടി വരും. എന്തായാലും SIT വളരെ സാവധാനം ആമ ഇഴഞ്ഞുന്ന വേഗത്തിലാണ് പോകുന്നതെന്ന് നമുക്ക് തോന്നും. പക്ഷേ അങ്ങനെയല്ല. അവർ ഉത്തരേന്ത്യയിലെ ദേശീയ ടെസ്റ്റിംഗ് ലാബിലേക്ക് ഈ സ്വർണ്ണപ്പാളികളൊക്കെ അയച്ചിരിക്കുകയാണ്, സ്വർണ്ണത്തിൻ്റെ ഡെൻസിറ്റി ഇളക്കാൻ. അതിലെന്ത് കെമിക്കൽ ഉപയോഗിച്ചാണ് അതിൽ മങ്ങൽ വരുത്തിയതെന്നറിയാൻ. അങ്ങനെ ആ പാളി ഈ കഴിഞ്ഞ 2 ആഴ്ച മുമ്പും ദ്വാരപാലക ശില്പത്തിൽ നിന്നൊക്കെ അവർ സാമ്പിളുകൾ ശേഖരിച്ചത് ടെസ്റ്റിംഗ് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് വന്നാൽ മാത്രമേ ശാസ്ത്രീയമായി ഈ കേസ് തെളിയിക്കാനോ മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിക്കും. കാരണം എന്താണ്? അയ്യപ്പൻ്റെ സ്വർണം അടിച്ചു മാറ്റിയതിൽ 1 ഗ്രാം സ്വർണം പോലും തിരികെ കിട്ടിയിട്ടില്ല. പ്രതികൾ വിഴുങ്ങിയോ? ബെല്ലാരിയിലെ വ്യാപാരി സ്വർണം ഉരുക്കി എന്ത് ചെയ്തു? കടലിനടിയിൽ കൊണ്ടിട്ടോ? ആർക്ക് വിറ്റു? അതോ അയ്യപ്പൻ്റെ സ്വർണമെന്ന് പറഞ്ഞ് വൻ മുതലാളിമാരായ അയ്യപ്പ ഭക്തന്മാർക്ക് വിറ്റഴിച്ചോ? എന്തുളുപ്പിലാണ് അയ്യപ്പൻ്റെ വസ്തുവകകൾ അവർ പണം കൊടുത്ത് വാങ്ങുന്നത്? അയ്യപ്പൻ്റെ സമ്പാദ്യമായ അയ്യപ്പൻ്റെ സ്വർണം എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കൊള്ളക്കാർ ഉരുക്കി വിറ്റ് മറിച്ച് വിൽക്കുന്നത്? ഇതിനൊക്കെ ബെല്ലാരി
ആ കൊള്ളക്കാരൻ മുതൽ ഇവിടെ ഇരിക്കുന്ന അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഓഫീസർ വരെ ഇതാ സമാധാനം പറയേണ്ടി വരും. കൂട്ടത്തിൽ PS പ്രശാന്തും അന്നത്തെ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ് ആയിരുന്നു PS പ്രശാന്തിൻ്റേത്, ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ഒരുപക്ഷെ ഇനി ഇടതുപക്ഷം സംസ്ഥാനത്തെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡിലേക്ക് വയ്ക്കുന്ന ഏറ്റവും ഒടുവിലത്തെ പ്രസിഡൻ്റായിരിക്കും ഇതാ PS പ്രശാന്ത്. ആ PS പ്രശാന്തും ഇതാ ഉള്ളിലേക്ക് പോകുകയാണ്. സമാധാനം പറയേണ്ടി വരും അയ്യപ്പൻ്റെ സ്വർണ്ണം കട്ടവർക്കൊക്കെ, ഒരു സംശയമുണ്ടാകില്ല. പക്ഷേ SITക്ക് വേഗത പോരെന്നല്ല, SIT ശാസ്ത്രീയമായി തന്നെ തെളിവുകൾ ശേഖരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പുതിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്നും SITക്കെതിരെ ഒരു പ്രതികൂല പരാമർശവും ഉണ്ടാകാത്തത് എന്നുകൂടി ഓർക്കണം.